KSRTCയുടെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് ഇനി കൊച്ചിയിൽ ഇറങ്ങും. ഇന്ന് വൈകുന്നേരം 5 മണി മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. മൂന്നാറിലെയും തിരുവനന്തപുരത്തെയും വിജയത്തിന് ശേഷമാണ് കൊച്ചിയിലേക്കും ഓപ്പൺ ഡബിൾ ഡെക്കർ വരുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന കൊച്ചിക്കാർക്കൊരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് കൊച്ചി. ഇനി കൊച്ചിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമുക്ക് KSRTCയോടൊപ്പം അങ്ങനെ പോകാം. KSRTC ഡബിൾ ഡെക്കർ ഓപ്പൺ സർവീസ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. നഗരത്തിന്റെ വിരിമാറിലൂടെ KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് കയറിയുള്ള ഉല്ലാസയാത്രയ്ക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. 3 മണിക്കൂർ കൊണ്ട് 29 കിലോമീറ്റർ നഗരക്കാഴ്ചകൾ ആസ്വദിച്ച് തിരികെ സ്റ്റാൻഡിലെത്താം. എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര അത് എറണാകുളം ജില്ലയുടെ ഒട്ടുമിക്ക എല്ലാ കേന്ദ്രങ്ങളിലൂടെയും സഞ്ചരിച്ച് തേവര, മറൈൻ ഡ്രൈവ് തുടങ്ങി പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് എറണാകുളം KSRTC സ്റ്റാൻഡിൽ തന്നെ വന്ന് അവസാനിക്കുന്ന രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിൽ 300 രൂപയാണ് അതിന്റെ റേറ്റ്, താഴെ 150 രൂപയാണ്. എറണാകുളം സ്റ്റാൻഡിൽ നിന്നും വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 29 കിലോമീറ്റർ ദൂരമാണ് നമ്മൾ ഈ യാത്രയിലൂടെ സഞ്ചരിക്കുന്നത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തും മൂന്നാറും ആരംഭിച്ച ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് മാതൃകയിലാണ് കൊച്ചിയിലെ ഡബിൾ ഡെക്കറും. സ്റ്റാൻഡിൽ നേരിട്ടെത്തിയോ ഓൺലൈനായോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ഓൺലൈൻ KSRTC.swift.com എന്ന വെബ്സൈറ്റിൽ സ്റ്റാർട്ടിംഗ് ഫ്രം കൊച്ചി സിറ്റി റൈഡ് ഗോയിങ് ടു കൊച്ചി എന്ന് എൻ്റർ ചെയ്താണ് സീറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത്. തിരുവനന്തപുരം, മൂന്നാർ ജില്ലകളിലെ വമ്പിച്ച വിജയത്തിന് ശേഷമാണ് കൊച്ചിയിലും ഡബിൾ ഡെക്കർ എത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കൂടെ ഇതുപോലെ KSRTCയുടെ ഡബിൾ ഡെക്കറിൽ ഇരുന്ന് ആസ്വദിച്ച് യാത്ര ചെയ്യാം. ക്യാമറമാൻ ഷിജു ചവരയ്ക്കൊപ്പം അൻവരിയ സനി, 24 കൊച്ചി.